السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم. സഹറത്തുൽ ബയാനിൽ വന്ന ചോദ്യങ്ങൾ, ഒരു ചോദ്യം ഇപ്പോൾ നമുക്ക് കേട്ട് ഒരു ഉപകാരപ്രദമായ അറിവ് നേടാം. അതിനുള്ള ഒരവസരമാണ് ഈ ചാനൽ നാം ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുറഞ്ഞ സമയമുള്ള ഒരു ക്ലിപ്പ് പൂർണ്ണമായി കേൾക്കണം എന്ന് ഉണർത്തുകയും കമന്റ് ചെയ്യണം. അതുപോലെ അഭിപ്രായങ്ങളെ അതിൽ രേഖപ്പെടുത്തുകയും വേണം എന്ന് ഉണർത്തുകയാണ്. നമുക്ക് ചോദ്യം കേട്ടു നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഹബീബ് പെരിന്തല്ലൂര്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിനോട് ഒരു ചോദ്യം. ഈ ഖബർ സിയാറത്ത് ചെയ്യുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് കൂടുതൽ ആളുകളും പോകുന്നത്. ഇതിന് പ്രത്യേകമായിട്ടുള്ള മഹത്വങ്ങൾ, മറ്റുള്ള ദിവസത്തിനേക്കാളും പ്രത്യേകമായിട്ടുള്ള മഹത്വങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് വിവരിച്ച് തരണം. അതാണ് ഹബീബ് പെരിന്തല്ലൂരിന് അറിയാനുള്ളത്. ഖബർ സിയാറത്ത് അധികം ആളുകളും ചെയ്യാറുള്ളത് വെള്ളിയാഴ്ച ദിവസമാണ് സിയാറത്തിന് വേണ്ടി ഖബർസ്ഥാനിലേക്ക് പോവാറുള്ളത്. തന്റെ മാതാപിതാക്കളുടെ ഖബറുകളൊക്കെ സിയാറത്ത് ചെയ്യാൻ പോവാറുള്ളത്. ഈ വെള്ളിയാഴ്ച ദിവസമാകുന്നതിന് പ്രത്യേകം പുണ്യമുണ്ടോ എന്നതാണ് ഹബീബ് പെരിന്തല്ലൂരിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് സിയാറത്ത് എന്നത് ഇസ്ലാം പുണ്യമായി കൽപ്പിച്ച ഒരു കാര്യം. അതിന്റെ അദബുകളും മാനദണ്ഡങ്ങളും എല്ലാം പാലിച്ചുകൊണ്ട് തെറ്റായ കാര്യങ്ങളൊന്നും വരാത്ത നിലക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ച പ്രകാരം സിയാറത്ത് ചെയ്യുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല അബൂ റസീൻ എന്നവര് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ്, ഇന്ന തരീഖി അലൽ മൗത, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ യാത്ര ചെയ്യുന്ന, നടന്നു പോകുന്ന വഴി അത് അലൽ മൗത, ഖബർസ്ഥാനിന്റെ അരികിൽ കൂടിയാണ്. അവിടെ ആളുകൾ മരണപ്പെട്ട് ഖബറടക്കം ചെയ്യപ്പെട്ട ഖബറുകളുണ്ട് ഞാൻ പോകുന്ന വഴി. ഫഹല്ലി കലാമുൻ അതകല്ലമു ബിഹി ഇദാ മറർതു അലൈഹിം, ഞാൻ അവരുടെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എനിക്ക് അവരോട് സംസാരിക്കാൻ വല്ലതും ഉണ്ടോ, ഞാൻ വല്ലതും പറയേണ്ടതുണ്ടോ? ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട സഹാബ കിറാം അവരുടെ ജീവിതങ്ങളിൽ ആവശ്യമുള്ളതൊക്കെ അവര് ചോദിച്ച് പഠിച്ചു മനസ്സിലാക്കും, എന്നിട്ടത് പ്രാവർത്തികമാക്കും. അതിനാണ് തൗഫീക്ക് വേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ അബൂ റസീൻ എന്നവര് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത്, ഞാൻ പോകുന്ന വഴിയിൽ ഖബറുകൾ ഉണ്ട്, ഖബർസ്ഥാനിന്റെ അരികിലൂടെയാണ്, ശ്മശാനത്തിന്റെ അരികിലൂടെയാണ് ഞാൻ നടന്നു പോകുന്നത്. അങ്ങനെ നടന്നു പോകുമ്പോൾ എനിക്ക് അവരോട് വല്ലതും പറയാനുണ്ടോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുൽ അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂരി മിനൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ, അൻതും ലനാ സലഫുൻ വനഹ്നു ലക്കും തബഉൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഖബറാളികളോട് പറയേണ്ട സലാമാണ്.
ഇതിനാണ് ഖബർ സിയാറത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ ഖബറിന്റെ അരികിലൂടെ പോകുന്ന സമയത്ത് നമ്മളവിടെ അവരോട് സലാം പറയണം. കാല അബൂ റസീൻ റളിയല്ലാഹു അൻഹു ഒരു സംശയം കൂടി ചോദിക്കുകയാണ്. അൽ യസ്മഊന വലാ യസ്തതിയൂന യുജീബു അൽ യസ്മഊന. അബൂ റസീൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അങ്ങനെ സലാം പറഞ്ഞാൽ അവർ കേൾക്കോ? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യസ്മഊന, അവർക്ക് കേൾക്കാം. വലാ യസ്തതിയൂന യുജീബു, പക്ഷേ ഉത്തരം നൽകാൻ അവർക്ക് സാധിക്കുകയില്ല. ഐ ജവാബൻ യസ്മഉഹുൽ ഹയ്യു, ജീവനുള്ള ആൾക്ക് ഇവിടെ ഖബറിന്റെ പുറത്തേക്ക് കേൾക്കുന്ന രീതിയിൽ മറുപടി പറയാൻ അവർക്ക് കഴിയില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഹദീസ് പണ്ഡിതന്മാരെ വിവരിച്ചിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അബൂ റസീനെ, അലാ തറുല്ലാ അൻ തറുദ്ദ അലൈക ബിഅദദിഹിമുൽ മലായികതു, അവര് സലാം മടക്കുന്നത് നിങ്ങൾ കേട്ടില്ലെങ്കിലും അവര് മടക്കിയില്ലെങ്കിലും നിങ്ങളുടെ മേലിൽ ആ ഖബർസ്ഥാനിയിലുള്ള ആളുകളുടെ എണ്ണം കണ്ട്, എത്ര ആളുകളാണോ ആ ശ്മശാനത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്, അവരുടെ എണ്ണം കണ്ട് ആളുകൾ നിങ്ങളുടെ മേലിൽ സലാം മലക്കുകൾ സലാം മടക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് ചോദിച്ചാൽ, നമ്മളൊരു ഖബർസ്ഥാനിയിൽ ചെന്നു അവിടെ അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ മിനൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അൻതും ലനാ സലഫുൻ വനഹ്നു ലക്കും തബഉൻ വഇന്നാ ഇൻഷാഅല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് പറഞ്ഞാൽ, ആ ഖബർസ്ഥാനിയിലുള്ള ആളുകളുടെ എണ്ണം എത്രയുണ്ടോ അത്രയും എണ്ണം മലായിക്കത്തുകൾ നമ്മളുടെ മേൽ സലാം മടക്കും എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ബഹുമാനപ്പെട്ട ഇബ്നു അബി ദുനിയ എന്നവരതുപോലെ ബൈഹഖി എന്നവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മുഹമ്മദ് ഇബ്നു വാസി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്. ചോദ്യത്തിലേക്ക് പോകണം. ചോദ്യത്തിൽ പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസം സിയാറത്ത് ചെയ്യുന്നതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും പുണ്യമുണ്ടോ? അതിനാണ് ഈ ഹദീസ് പറയുന്നത്. ബലഗനി അന്നൽ മൗതാ യഅലമൂന ബിസുവാരിഹിം യൗമൽ ജുമുഅ. മുഹമ്മദ് ബിൻ വാസി എന്നവരിൽ നിന്ന് നിവേദനമാണ്. അവർ പറയുകയാണ്, വെള്ളിയാഴ്ച യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം സിയാറത്ത് ചെയ്യുന്ന ആളുകളെ മരണപ്പെട്ടവർക്ക്, ഖബറിലുള്ളവർക്ക് മനസ്സിലാക്കാൻ അറിയാൻ സാധിക്കും. അല്ലാഹു പ്രത്യേകം കഴിവ് നൽകും. അങ്ങനെ അവരറിയും. വയൗമൻ ഖബലഹു വയൗമൻ ബഅദഹു, വെള്ളിയാഴ്ചന്റെ മുമ്പുള്ള ഒരു ദിവസവും ശേഷമുള്ള ഒരു ദിവസവും. അപ്പൊ വെള്ളി, വ്യാഴം, ശനി ദിവസം. മാത്രമല്ല ബൈഹഖി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, മൻ സാറ ഖബ്റ അബവൈഹി, ആരെങ്കിലും തന്റെ മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്താൽ, ഔ അഹദിഹിമ, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരാളുടെ ഖബർ സിയാറത്ത് ചെയ്താൽ, കുല്ല ജുമുഅത്തിൻ, എല്ലാ വെള്ളിയാഴ്ചയും, ഗുഫിറ ലഹു, അവനിക്ക് പൊറുക്കപ്പെടും, വകുതിബ ബാറൻ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്തവനായി അവൻ എഴുതപ്പെടുകയും ചെയ്യും. അപ്പോൾ വെള്ളിയാഴ്ചക്ക് മഹത്വമുണ്ട്, വെള്ളിയാഴ്ചയാകുമ്പോൾ അതിന് പുണ്യം ഉണ്ട് എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. മാത്രമല്ല വേറൊരു ഹദീസിൽ കാണാം, മൻ സാറ ഖബ്റ വാലിദൈഹി ഔ അഹദഹുമ, ആരെങ്കിലും തന്റെ മാതാപിതാക്കളുടെയോ അവരിൽ നിന്ന് ഒരാളുടെയോ ഖബർ സിയാറത്ത് ചെയ്താൽ, ഫീ കുല്ലി ജുമുഅത്തിൻ, എല്ലാ വെള്ളിയാഴ്ചയും, ഗുഫിറ ലഹു, അവനിക്ക് പൊറുക്കപ്പെടും എന്ന് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് ശുഅബുൽ ഈമാൻ എന്ന കിതാബിൽ 6026 ഹദീസായി കാണാം. വേറൊരു ഹദീസിൽ കാണാം, മൻ സാറ ഖബ്റ വാലിദൈഹി യൗമ ജുമുഅത്തിൻ,
വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും തന്റെ മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്താൽ ഫഖറ യാസീൻ, എന്നിട്ട് യാസീൻ സൂറത്ത് ഓതുകയും ചെയ്താൽ ഗുഫിറ ലഹു, അവനിക്ക് പൊറുക്കപ്പെടും. എന്നാൽ കാമിൽ എന്ന് പറയുന്ന കിതാബിന്റെ 7-ാം ഭാഗം 2485 പേജിൽ ഈ ഹദീസ് കാണാൻ സാധിക്കും. അപ്പോൾ ഖബർ സിയാറത്ത് ചെയ്യുക എന്നത് പുണ്യമാണ്. അവിടെ ചെന്ന് വിശുദ്ധമായ ഖുർആനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഓതുന്നത് മഹത്വമുള്ളതാണ്. ഓതിയാൽ പോരെ, ഓതിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ റൂഹിലേക്ക് അതിനെ എത്തിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകമായി റബ്ബിനോട് പറയുകയും ചെയ്താൽ അതിന് മഹത്വമുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അബീ ശൈബ എന്നവർ അനസ് റളിയല്ലാഹു ഹസൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, മൻ ദഖലൽ മഖാബിറ, ആരെങ്കിലും ഖബർസ്ഥാനിയിലേക്ക്, ശ്മശാനത്തിലേക്ക് പ്രവേശിച്ചാൽ, ഫഖാല, എന്നിട്ട് അയാൾ ആ ഖബറിന്റെ അരികെ ചെന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ റബ്ബൽ അജ്സാദിൽ ബാലിയ വൽ ഇളാമിൻ നഖിറ അല്ലതി ഖറജത് മിനദ് ദുനിയ വഹിയ ബിക മുഅ്മിനത്തുൻ അദ്ഖിൽ അലൈഹാ റൂഹൻ മിൻ ഇൻദിക വസലാമൻ മിന്നി എന്ന് പറഞ്ഞാൽ, അഥവാ ഖബറിലുള്ള ആൾക്ക് വേണ്ടി പുറത്തു കൊടുക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ, അതാണ് ഇസ്തഗ്ഫറ ലഹു കുല്ലു മുഅ്മിനിൻ, അവനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടും, എല്ലാ മുഅ്മിനും പൊറുക്കലിനെ തേടും. മാത മുൻദു ഖലഖല്ലാഹു ആദം, ആദം നബി അല്ലാഹു സൃഷ്ടിച്ചത് മുതലുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും പൊറുക്കലിനെ തേടും. ഇബ്നു അബീ ദുനിയ എന്നിവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസില് കതബല്ലാഹു ലഹു ബിഅദദി മൻ മാത, മരണപ്പെട്ടവരുടെ എണ്ണം കണ്ട് അല്ലാഹു തആല അവനിക്ക് എഴുതും, മിൻ ലദുൻ ആദമ ഇലാ അൻ തഖൂമ സ്സാഅത്തു ഹസനാത്തിൻ, ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ഉള്ള ആളുകളുടെ എണ്ണം കണ്ട് ഹസനാത്തിന് എഴുതുന്ന, എത്രയോ ഹസനാത്ത്. ഇതൊന്നും ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസൊന്നല്ല. എന്നാലും ഇങ്ങനെ ചെയ്യുന്നതിനക്ക് പറ്റിയ ഹദീസുകളാണ്. പുണ്യം ഇതുകൊണ്ടൊക്കെ ലഭിക്കും. ഓരോ ആളുകൾക്കും മരണപ്പെട്ടു പോയവരുണ്ടാകും. നമ്മുടെ മാതാപിതാക്കള്, മറ്റു ബന്ധപ്പെട്ടവരൊക്കെ ഖബറിലുണ്ടാകും. ഈ ഉള്ളവന്റെ മാതാവും പിതാവും ഒക്കെ ഖബർസ്ഥാനികളിലാണ്, ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അതുപോലെ നമ്മുടെയൊക്കെ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ചെയ്ത എല്ലാ നന്മകളും സ്വീകരിക്കട്ടെ. സ്വാലിഹായ അമലുകളുടെ ഹക്ക് കൊണ്ട് അവരിൽ നിന്ന് എന്തെങ്കിലും തിന്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ എന്റെ മാതാപിതാക്കൾക്കും അതുപോലെ ഈ വോയിസ് കേൾക്കുന്ന എല്ലാവരുടെയും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ബന്ധപ്പെട്ടവർക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പൊറുക്കുകയും വിജയികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. പല പ്രയാസങ്ങൾ കമന്റിൽ പ്രാർത്ഥന വസിയത്ത് ചെയ്ത പലരും ഉണ്ട്, സഹോദരിമാർ അടക്കമുള്ളവർ. അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കുകയും സന്തോഷവും റാഹത്തും അല്ലാഹു നൽകുകയും ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.